ഓം നമോ വെങ്കിടേശായ. നമസ്കാരം. ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ കുംഭമാസത്തിലെ മകം തൊഴൽ എന്ന് പറയും. അതായത് പൗർണമി തിഥിയും മകം നക്ഷത്രവും ചേർന്നു വരുന്ന ഒരു സുദിനം. ഈ ഒരു ദിവസത്തിൽ ദേവീ വഴിപാട് ചെയ്യുന്നത് വളരെ ഉത്തമമായ ഒരു കാര്യമാണ്. അത് പ്രധാനമായിട്ടും ചോറ്റാനിക്കര അമ്മയെ കുളിച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെയോ വീടുകളിൽ ഇരുന്ന് മന്ത്രം ജപിച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെയോ ഇനി അഥവാ ക്ഷേത്ര ദർശനം നടത്താൻ സാധിക്കുമെങ്കിൽ അവിടെ പോയി നമ്മൾ ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതിലൂടെയോ ശത്രുദോഷങ്ങൾ ഇല്ലാതാകും, ആഗ്രഹ സാഫല്യമുണ്ടാകും, തടസ്സങ്ങൾ മാറിക്കിട്ടും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഭയക്കുന്ന എന്തോ ഒന്നുണ്ട്, എല്ലാവരും പേടിക്കുന്ന ഒന്ന് എന്ന് പറയുന്നത് മരണത്തെയാണ്. ആ മരണഭയം നീങ്ങിക്കിട്ടും തുടങ്ങി അനേകായിരം നന്മകളാണ് നാളെ ഒരു ദിവസത്തിൽ നമ്മൾ ദേവീ വഴിപാട് ചെയ്യുന്നതിലൂടെ നേടിയെടുക്കുവാൻ സാധിക്കുന്നത്. പക്ഷെ ഞാൻ ഇന്ന് ഇവിടെ പറയുവാൻ പോകുന്നത് ദേവീ വഴിപാടിനെ കുറിച്ചോ മന്ത്രജപങ്ങളെക്കുറിച്ചോ അല്ല, മറിച്ച് മാസിമകം അഥവാ കുംഭമാസത്തിലെ മകം നക്ഷത്ര ദിവസത്തിൽ രാവിലെ എഴുന്നേറ്റ് കുളിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട താന്ത്രികത്തെക്കുറിച്ചാണ്. പാലാഴി കടഞ്ഞ് അതിൽ നിന്നും വരുന്ന അമൃതിനു വേണ്ടി ദേവന്മാരും അസുരന്മാരും കൂടെ പിടിവലിയായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ അമൃത കലശത്തിൽ നിന്നും ഒരു തുള്ളി അമൃത് നേരെ വന്ന് വീണത് കുംഭകോണത്തുള്ള ആദി കുംഭേശ്വര ക്ഷേത്രത്തിലാണ്. ആ ക്ഷേത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട വിശേഷ ദിവസം എന്ന് പറയുന്നത് മാസി മകം കുളിക്കുക എന്ന് പറയുന്നത് കുംഭമാസത്തിലെ മകം നക്ഷത്ര ദിവസത്തിൽ നീരാടുന്ന ഒരു ദിവസത്തെയാണ്. അതായത് നാളെ എല്ലാ വെള്ളങ്ങളും, എല്ലാ നദികളാണെങ്കിലും കുളങ്ങളാണെങ്കിലും കടലാണെങ്കിലും എല്ലാ ജലങ്ങളും പുണ്യജലമായി മാറുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇതിനെയാണ് മകം കുളിക്കുക അല്ലെങ്കിൽ നീരാടുക എന്ന് പറയുന്നത്. ഈ ഒരു ദിവസത്തിൽ നമ്മൾ ക്ഷേത്രക്കുളങ്ങളിൽ പോയി കുളിച്ച് നമ്മൾ ആ ക്ഷേത്രത്തിലുള്ള പ്രതിഷ്ഠകളെ വഴിപാട് ചെയ്ത് മന്ത്രങ്ങൾ ജപിച്ച് പ്രാർത്ഥിച്ചു വന്നാൽ തീർത്താൽ തീരാത്ത പ്രശ്നങ്ങൾ പോലും തീർന്നു കിട്ടുന്നതായിരിക്കും. എല്ലാവർക്കും അതിന് സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം നാളെ തിങ്കളാഴ്ചയാണ്, സ്കൂളുകളുണ്ട്, കോളേജുണ്ട്, ജോലികളുണ്ട്, നമുക്ക് നമ്മുടേതായ കാര്യങ്ങളെല്ലാം നോക്കണം. അങ്ങനെയാകുമ്പോൾ നാളെ നമ്മൾ നമ്മുടെ വീട്ടിൽ കുളിക്കുമ്പോൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ് എന്നാണ് ഞാൻ ഇവിടെ പറയുവാൻ പോകുന്നത്. അതിനു മുന്നേ നാളെ മകം നക്ഷത്രം അതുപോലെ തന്നെ തുടങ്ങുന്ന സമയം എന്ന് പറയുന്നത് രാവിലെ 8:30 ശേഷമാണ്. നാളെ രാവിലെ നേരത്തെ എഴുന്നേറ്റ് കുളിക്കുന്നവരാണെങ്കിലും ഇനി നാളെ സാധിച്ചില്ല എന്നുള്ളവരാണെങ്കിൽ മറ്റന്നാൾ ചൊവ്വാഴ്ച ദിവസമാണെങ്കിലും രാവിലെ നമുക്കൊരു 6:30 മുന്നേ, നാളെ രാവിലെ മുതൽക്ക് ചൊവ്വാഴ്ച 6:30 മുന്നേ നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും കുളിക്കുന്ന സമയത്ത് ഞാനിവിടെ പറയുന്ന ഈ ഒരു താന്ത്രികം മാത്രം ചെയ്തു നോക്കുക. ഞാനിവിടെ പറഞ്ഞ ഏത് സമയത്താണെങ്കിലും നാളെ കുളിക്കുമ്പോൾ ആദ്യം തന്നെ ഒരു കൈപ്പിടി അളവിന് കല്ലുപ്പ് എടുക്കുക. കല്ലുപ്പ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ നെഗറ്റീവ് ശക്തികളെ ഇല്ലാതാക്കുവാനും പോസിറ്റിവിറ്റി വർദ്ധിപ്പിക്കുവാനും വേണ്ടി ഉപയോഗിക്കുന്നതും സാമ്പത്തിക തടസ്സങ്ങളെ ഇല്ലാതാക്കുവാനും ശത്രുദോഷങ്ങളെ ഇല്ലാതാക്കുവാനും സാധിക്കുന്ന ഒന്നാണ്. കല്ലുപ്പിനെ കുറിച്ച് ഒരുപാട് വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ടും നമ്മൾ കടൽ നീരാടുക എന്ന് പറയില്ല, കടലിൽ പോയി കുളിച്ചു വരുന്ന ആ ഒരു ഫലമാണ് നമ്മുടെ വീട്ടിൽ നമ്മൾ കുളിക്കുന്ന സമയത്ത് ഒരു കൈപ്പിടി അളവിന് കല്ലുപ്പ് ആ വെള്ളത്തിലിട്ട് അലിയിച്ച് കുളിക്കുന്നതിലൂടെ ലഭിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും നമ്മൾ കുളിക്കുന്ന സമയത്ത് ചൊല്ലേണ്ട ഒരു മന്ത്രം കൂടിയുണ്ട്. ആ മന്ത്രം ഞാനിവിടെ പറയാം. എത്ര പ്രാവശ്യം ഈ മന്ത്രം ചൊല്ലണമെന്ന് ഒരു നിർബന്ധവുമില്ല. വെറും 5 മിനിറ്റ് മാത്രം ഈ മന്ത്രം നമുക്ക് ചൊല്ലിയാൽ മതിയാകുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏത് കാര്യങ്ങൾ ആഗ്രഹിച്ചു വേണമെങ്കിലും നാളെ ഞാനിവിടെ പറയുന്ന ഈ താന്ത്രികം ചെയ്യാം. ഇനി അഥവാ ഒരു കാര്യം ആഗ്രഹിച്ചിട്ടില്ല, എൻ്റെ എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടണം, എൻ്റെ മുകളിലുള്ള അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിന് മുകളിലുള്ള എല്ലാ ശത്രുദോഷങ്ങളാണെങ്കിലും ദൃഷ്ടിദോഷങ്ങളാണെങ്കിലും അതെല്ലാം ഇല്ലാതാകുവാൻ വേണ്ടിയാണ് ഞാൻ ഈ താന്ത്രികം ചെയ്യുന്നത് എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പരിപൂർണമായ ഫലം ലഭിക്കുന്നതാണ്. പീരിയഡ്സ് ആണെങ്കിലും പുലവാലായ്മയാണെങ്കിലും ഒന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഇനി മന്ത്രം പീരിയഡ് സമയത്ത് ചൊല്ലാൻ സാധിക്കില്ല, മനസ്സിൽ എന്തോ സമ്മതിക്കുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ സാരമില്ല, കല്ലുപ്പിട്ട വെള്ളത്തിൽ കുളിച്ചാൽ മാത്രം മതിയാകുന്നതാണ്. ഇനി ഒരു കാര്യം കൂടിയുണ്ട്. ഈ കല്ലുപ്പ് ചിലർക്ക് ഇടാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഞാൻ മറന്നുപോയി എന്ന് പറയുന്നവരാണെങ്കിൽ ഈ മന്ത്രമെങ്കിലും മറക്കാതെ പറയുവാനായിട്ട് ശ്രമിക്കുക. മന്ത്രം ഇതാണ്: ഓം ഗംഗായ നമ, ഓം മഹാലക്ഷ്മിയെ നമ, ഓം നാരായണായ നമ. ഓം ഗംഗായ നമ, ഓം മഹാലക്ഷ്മിയെ നമ, ഓം നാരായണായ നമ. ഓം ഗംഗായ നമ, ഓം മഹാലക്ഷ്മിയെ നമ, ഓം നാരായണായ നമ. ഈ മന്ത്രമാണ് നാളെ നമ്മൾ ചൊല്ലേണ്ടത്. ഇത് നമ്മൾ കുളിക്കുന്നതിന് മുന്നേ തന്നെ തെക്കുദിശ ഒഴിച്ച് ബാലൻസ് ഏത് ദിശ നോക്കി വേണമെങ്കിലും നിന്നുകൊണ്ട് കണ്ണുകൾ അടച്ചുകൊണ്ട്
പുണ്യ നദികളെ മനസ്സിൽ ഓർത്തുകൊണ്ട് നമുക്ക് ചൊല്ലാവുന്നതാണ്. ഇത് പറയുമ്പോൾ നമുക്ക് വേറെ ഏത് തരത്തിലുള്ള ചിന്തകളും പാടില്ല. എൻ്റെ ഏതെങ്കിലും പ്രത്യേക ആഗ്രഹങ്ങൾ നിറവേറി കിട്ടണമെന്നോ അല്ല നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറിക്കിട്ടണമോ എന്നെല്ലാം നമ്മൾ ചിന്തിച്ചുകൊണ്ട് ചെയ്യാമേ ഒഴികെ വേറെ ഇത് നടക്കുമോ നടക്കില്ലയോ, ഇത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ജീവിത ഉയർച്ചയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഇവിടെ ഈ ഒരു താന്ത്രികം പറയുന്നത്. അതുപോലെ തന്നെ ഇനിയൊരു കാര്യം കൂടി പറയാം. ഈ കല്ലുപ്പിട്ട് നീരാടുന്ന വെള്ളം എന്ന് പറയുന്നത് നമ്മൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്യേണ്ട ഒന്നാണ്. കല്ലുപ്പിട്ട വെള്ളത്തിൽ കുളിക്കുക മാത്രമല്ല, കല്ലുപ്പിട്ട വെള്ളത്തിൽ വീട് തുടച്ച് വൃത്തിയാക്കുന്നതും അതുപോലെ തന്നെ കല്ലുപ്പിനെ നമ്മൾ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നതുമെല്ലാം നമ്മുടെ വീട്ടിലെ നെഗറ്റീവ് ശക്തികളെ തുരത്തി ഓടിക്കുവാൻ സാധിക്കുന്ന ഒന്നാണ്. എപ്പോഴെല്ലാം നമ്മൾ കല്ലുപ്പ് മുഖാന്തരം ഓരോ താന്ത്രികങ്ങളും അതുപോലെ തന്നെ വഴിപാടുകളും ചെയ്യുന്നുവോ അപ്പോഴെല്ലാം നമ്മുടെ സാമ്പത്തിക തടസ്സങ്ങൾ എല്ലാം തന്നെ ഓരോന്നായി ഇല്ലാതായി പോകുന്നത് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കും. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഉപ്പ് ദീപം തെളിയിക്കുക, അതുപോലെ തന്നെ നമ്മുടെ പ്രധാന വാതിലിന് 2 വശങ്ങളിലും ഒരു കണ്ണാടി ബൗളിൽ കല്ലുപ്പ് നിറച്ച് അതിൽ മഞ്ഞൾപ്പൊടിയും കുങ്കുമവും 2-3 കുരുമുളകും ഒരു ചെറുനാരങ്ങയും അല്ലെങ്കിൽ ഒരു പച്ചക്കർപ്പൂരവും വെച്ച് 2 വശങ്ങളിലും വെക്കുന്നത് നമ്മുടെ വീട്ടിലെ ഏത് തരത്തിലുള്ള നെഗറ്റീവ് ശക്തികളെയും ഉള്ളിലേക്ക് കടക്കുവാൻ അനുവദിക്കാതെ തടഞ്ഞു നിർത്തുന്നതായിരിക്കും. അത്രയും പവർഫുള്ളായ ഒന്നാണ് ഈ കല്ലുപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് കഴിവതും നമ്മുടെ വീട്ടിലെ എല്ലാവരും തന്നെ നാളെ കുളിക്കുന്ന സമയത്ത് ഒരു കൈപ്പിടി അളവിന് കല്ലുപ്പ് നമ്മുടെ വലത് കയ്യിൽ വെച്ച് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് വെള്ളത്തിലിട്ട് കലക്കി നമ്മൾ വീണ്ടും ആ വെള്ളം എടുത്ത് നമ്മുടെ ശരീരത്തിൽ ഒഴിക്കുന്നതിന് മുന്നേ ഞാനിവിടെ പറഞ്ഞ ഈ മന്ത്രം ഒരു 5 മിനിറ്റ് നേരം ചൊല്ലുക. ഇനി നിങ്ങൾക്ക് എണ്ണം കണക്കിലെടുത്ത് ചൊല്ലാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഒരു 7 പ്രാവശ്യമോ 21 പ്രാവശ്യമോ ചൊല്ലിയതിനു ശേഷം നമുക്ക് നമ്മുടെ ദേഹത്തേക്ക് ആ വെള്ളം ഒഴിക്കാവുന്നതാണ്. ഇത് നമ്മുടെ ജീവിതത്തിലെ സകല തിന്മകളെയും ഇല്ലാതാക്കുവാൻ സാധിക്കുന്ന ഒന്നാണ്. വീട്ടിലെല്ലാവരും തന്നെ നാളെ കുളിക്കുന്ന വെള്ളത്തിൽ മറക്കാതെ കല്ലുപ്പിട്ട് കുളിക്കുവാനായിട്ട് ശ്രമിക്കുക. മന്ത്രങ്ങൾ നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ചൊല്ലിയാലും മതി. കാരണം എല്ലാവരോടും നമ്മൾ പറയുമ്പോൾ അവർ അത് കേൾക്കണമെന്നില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മന്ത്രം നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും ചൊല്ലിയാലും മതിയാകുന്നതാണ്. പക്ഷേ നമ്മൾ അവർക്കറിയാതെയാണെങ്കിലും അവർ കുളിക്കുന്ന വെള്ളത്തിൽ ഒരു കൈപ്പിടി അളവിന് കല്ലുപ്പിട്ട് വിടുക. അവർക്കറിയാതെ അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന ദോഷങ്ങളിൽ നിന്ന് മോചനം നേടും. അതുപോലെ അവരോടൊപ്പമുള്ളവരുടെ ദൃഷ്ടിദോഷങ്ങൾ, നമ്മുടെ കൂടെ തന്നെ ഉള്ളവരുടെ ദൃഷ്ടികളാണ് ഏറ്റവും വലിയൊരു ദോഷം എന്ന് പറയുന്നത്. കല്ലേറ് കൊണ്ടാലും കണ്ണേറ് കൊള്ളരുത് എന്ന് പഴമക്കാർ പറയുന്നത് വളരെയധികം ശരിയാണ്. അങ്ങനെയുള്ള ആ ഓരോ ദൃഷ്ടിദോഷങ്ങളെ ഇല്ലായ്മ ചെയ്യുവാൻ സാധിക്കുന്ന ഒന്നാണ് ഞാൻ ഇവിടെ പറഞ്ഞ ഈ കല്ലുപ്പ് പരിഹാരം. അപ്പോൾ നാളെ നിങ്ങളെല്ലാവരും തന്നെ മറക്കാതെ ചെയ്യുക. ഒരു പക്ഷേ നാളെ ഈ വീഡിയോ എൻ്റെ കണ്ണിൽ പെട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും സാരമില്ല. മാർച്ച് മാസം 3-ാം തീയതി നമുക്ക് ഈ ഒരു രാവിലെ കുളിക്കുമ്പോൾ താന്ത്രികം ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാനായിട്ട് ശ്രമിക്കുക. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണ. ഓം നമോ വെങ്കിട്ടേശായ നമഃ.